ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശതാനന്ദ മഹർഷി തൻ്റെ മുമ്പിലേക്ക് വന്നതായ ഈ രാമകുമാരനെയും ലക്ഷ്മണകുമാരനെയും വിശ്വാമിത്രരോട് കൂടി കണ്ടപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഈ യോഗ്യന്മാരെ തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ ദുരിതം തീർത്തിട്ടാണ് വരണത് എന്ന് മനസ്സിലാക്കി സന്തുഷ്ടനായിട്ട് ഈ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ ഇവിടേക്ക് വരാനും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാവാനും നിങ്ങൾക്ക് സാധിച്ചത് ഭാഗ്യമാണ് എന്ന് രാമനെയും ലക്ഷ്മണനെയും നോക്കി പ്രത്യേകമായിട്ട് വളരെ വിനയത്തോടെ പറഞ്ഞതിൻ്റെ ശേഷം വിശ്വാമിത്ര മഹർഷി എന്ന് പറഞ്ഞ ഈ മഹാത്മാവിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് രൂപമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇല്ല അച്ഛാ കേട്ടോളൂ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ടാണ് ആ മഹാത്മാവിൻ്റെ ചരിത്രം, അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു നിലയിലേക്ക് എത്തിയതും അദ്ദേഹത്തിൻ്റെ ആ മഹിമ എങ്ങനെയാണ് ഈ വിധം ലോകത്തിനൊരു ഉപകാരമായിട്ട് തീർന്നതും എന്നൊക്കെയുള്ള കഥകൾ പറഞ്ഞു കൊടുത്തു. വിശ്വാമിത്ര മഹർഷി ആവാനുണ്ടായ കാരണം വസിഷ്ഠ മഹർഷിയായിട്ടുണ്ടായ ചെറിയൊരു അലോഹ്യാണ്. അവർ തമ്മിലൊരു തർക്കമുണ്ടായി പണ്ട്. അങ്ങനെ ഈ ശബള എന്ന് പറഞ്ഞ ആ പശുവിൻ്റെ പേരിൽ അവരൊരു
ചെറിയ തർക്കം നടന്നപ്പോഴാണ് യുദ്ധമൊക്കെ ഉണ്ടായി. യുദ്ധം ഉണ്ടായി, പലതരത്തിൽ യുദ്ധം ഉണ്ടായി പുറപ്പെട്ടപ്പോഴും അപ്പോഴൊക്കെ ഉണ്ടായത് എന്താ ചോദിച്ചാൽ, ഈ ബ്രാഹ്മണ ബലത്തിൻ്റെ അത്രയ്ക്ക് വലിയ ഈ ക്ഷത്രിയ ബലം എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പലതവണ ബുദ്ധിമുട്ടി, യുദ്ധത്തിൽ തോറ്റു എന്ന് മാത്രമല്ല, ആ തോറ്റ സമയത്ത് ആദ്യം തോറ്റ കഥയില്ലാണ്ട് ഇപ്പം അദ്ദേഹം പോയി ഭഗവാൻ ശ്രീപരമേശ്വരനെ കലശലായിട്ട് തപസ് ചെയ്തിട്ട് എന്താ ചെയ്തു വെച്ചാൽ, ആ തപസ്സിൻ്റെ ഒരു മഹിമയുണ്ട്. അദ്ദേഹം ചോദിച്ച വരം എന്താ ചോദിച്ചാൽ, ലോകത്തിലുള്ളതായ എല്ലാ അസ്ത്രശസ്ത്രാദി വിദ്യകളും തനിക്ക് വശമാവണം, അതുകൊണ്ട് ഈ വസിഷ്ഠനെ ജയിക്കാൻ പറ്റണം എന്നാണ് മോഹിച്ചത്. അങ്ങനെ ലോകത്ത് എവിടെയൊക്കെ എന്തൊക്കെ അസ്ത്രശസ്ത്ര മഹിമകൾ ഉണ്ടോ ആ വിദ്യകളൊക്കെ തനിക്ക് സിദ്ധിച്ചിട്ടും ആ മഹാവിദ്യയുടെ പ്രഭാവം കൊണ്ടും ആരെ ജയിക്കാൻ പറ്റിയില്ല, അദ്ദേഹത്തെ ജയിക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് അദ്ദേഹം എന്താ ചെയ്തു വെച്ചാൽ, അദ്ദേഹം പലതവണ ആവർത്തിച്ച് പറഞ്ഞൊരു വാചകം എന്താണെന്നാണെങ്കിൽ, ധിഗ്ബലം ക്ഷത്രിയബലം ബ്രഹ്മതേജോ ബലം ബലം. ധിഗ്ബലം ക്ഷത്രിയബലം, ക്ഷത്രിയബലം കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ബ്രഹ്മതേജോ ബലം ബലം, ഈ ബ്രഹ്മതേജസ്സിൻ്റെ അടുത്തേക്കൊന്നും എന്ത് വരില്ല, ഈ ക്ഷാത്ര ഭാവങ്ങളൊന്നും വരില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ചിന്തിച്ചത് അതാണ്. താൻ ഇവിടുന്ന് വലിയ വലിയ പേരുള്ള അസ്ത്രങ്ങളൊക്കെ വലിയ ഗേമായിട്ട് അയക്കുമ്പോഴും അതൊക്കെ ഈ വസിഷ്ഠരെങ്ങനെയാണ് നേരിട്ട് ഇല്ലാതെ കണ്ടാക്കണത്. ഏകേന ബ്രഹ്മദണ്ഡേന സർവാസ്ത്രാണി ഹതാനിമേ. ഏകേന ബ്രഹ്മദണ്ഡേന, ആ ബ്രഹ്മദണ്ഡം എന്ന് പറഞ്ഞ മഹിമയോണ്ടാണ് അദ്ദേഹം എല്ലാ അസ്ത്രങ്ങളെയും ഇല്ലാതെ കണ്ടാക്കണത്. അപ്പം അതുകൊണ്ട് തദേതത് സമവേക്ഷ്യാഹം പ്രസന്നേന്ദ്രിയമാനസ തപോ മഹൽ സമാസ്ഥസ്യേ യദ്വൈ ബ്രഹ്മത്വകാരണം. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ എന്തിനെ പുറപ്പെടണമെന്ന് വെച്ചാൽ, ഭഗവാൻ ശ്രീ പരമേശ്വരനെ തപസ് ചെയ്തിട്ട് എന്ത് വരാ ചോദിച്ചത്, ലോകത്തിലുള്ള അസ്ത്രശസ്ത്ര വിദ്യകളൊക്കെയാണ് ചോദിച്ചത്. വിഡ്ഢിത്തായി, അതല്ല ചോദിക്കേണ്ടിയിരുന്നത്. ഇനിയിപ്പം ഞാൻ തപസ് ചെയ്യാൻ പോവുക. എന്തിനാ തപസ് ചെയ്യുന്നത്? അതായത് തപോ മഹൽ സമാസ്ഥസ്യേ, വലിയ കേമായ തപസ്സിന് പുറപ്പെടുകയാണ്. എന്തിന്? ബ്രഹ്മത്വകാരണം, ബ്രഹ്മത്വം, ബ്രാഹ്മണനാവാൻ വേണ്ടതായ തപസ് നേടാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് ഈ മഹർഷി ആവാനുള്ള പുറപ്പാടിന് അദ്ദേഹം പോയി. അങ്ങനെ അദ്ദേഹം പോയിട്ട് അനവധി കാലം, 1000 ആണ്ട് കാലത്തോളം തപസ് ചെയ്തു എന്ന് പറയും. അങ്ങനെ കുറേ കാലം തപസ് ചെയ്ത സമയത്ത് പൂർണ്ണേ വർഷസഹസ്രേതോ ബ്രഹ്മ ലോകപിതാമഹ, ലോകപിതാമഹനായ ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ തപസ്സിൻ്റെ കേമത്രം കൊണ്ട്, 1000 കൊല്ലത്തെ തപസ്സിൻ്റെ കേമത്രം കൊണ്ട് പ്രത്യക്ഷമായിട്ട് അദ്ദേഹത്തിൻ്റെ നേരെ നോക്കിയിട്ട് അബ്രവീൻ മധുരം വാക്യം, വളരെ മധുരതരമായ രീതിയിൽ പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? ജിതാ രാജഋഷി ലോകാസ്തേ തപസാ കുശികാത്മജ തനേന തപസാ ത്വം തു. അങ്ങ് എന്തായിട്ട് തീർന്നു? ഈ കേമായ തപസ് എത്ര കാലം ഇങ്ങനെ ഭംഗല്യാതെ ചെയ്യ കാരണത്താൽ അങ്ങ് എന്ത് ചെയ്തു? ത്വാം തോ രാജഋഷിരിതി വിദ്മഹേ, അങ്ങ് രാജഋഷിയായി എന്നും പറഞ്ഞു. ആരോട് പറഞ്ഞു? രാജാവായിട്ടിരിക്കുമ്പം പോയി തപസ് ചെയ്തപ്പോളേ രാജഋഷിയായി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, അതൊന്നും വേണ്ട എന്നും പറഞ്ഞു. ഇത് രാജഋഷി ആർക്കാ വേണ്ടത്? അതൊന്നും വേണ്ട എനിക്കെന്നു. അദ്ദേഹത്തിന് അതൊന്നും തൃപ്തിയായില്ല. അപ്പം ഈ രാജഋഷി ആയാൽ അദ്ദേഹം മതിയാക്കി പോയിക്കൊള്ളുന്നാര് വിചാരിച്ചത്? ബ്രഹ്മാവ് അങ്ങനെയാണ് വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് രാജഋഷിത്വം കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഏയ് അതൊന്നും എനിക്ക് വേണ്ട, അതല്ല എനിക്ക് വേണ്ടത്, എൻ്റെ ലക്ഷ്യം. എന്നിട്ട് അദ്ദേഹം നിന്നില്ല അവിടെ. അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തു? ഏവമൊക്കുതുവ മഹാതേജ ജഗമസഹ ദൈവതൈ. ബ്രഹ്മാവ് അനുഗ്രഹമൊക്കെ കൊടുത്ത് പോയിച്ചാലും അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹം നിർത്തിയില്ല, അവിടെ നിർത്തിയില്ല. വീണ്ടും വിശ്വാമിത്രോപി, വിശ്വാമിത്രനാണെങ്കിൽ തച്ഛ്രുത്വ ഹ്രിയ കിഞ്ചിൽ അവാമുഖ. അദ്ദേഹത്തിനത് കേട്ടപ്പം നാണം തോന്നി, തല താഴ്ത്തേണ്ടായി. ഏയ് എത്ര പണിയെടുത്തത് കിട്ടിയത് പിതാ. ഏത് അദ്ദേഹത്തിന് അതാ കിഞ്ചിത് അവാങ്മുഖൻ. അവാങ്മുഖൻ ചൽ തല താഴ്ത്തി. എങ്ങനെ? ഹ്രിയ, നാണം കൊണ്ട് തല താഴ്ത്തി. അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ നിർത്തിയില്ല. വെച്ചാൽ സാധാരണക്കാരാച്ചാൽ ഇനിയിപ്പം മുമ്പിക്കൊന്നും ഉണ്ടാവില്ലായിരിക്കും, കഴിഞ്ഞു, ഇനിയിപ്പോൾ ഒന്നുമില്ല എന്ന് വിചാരിച്ച് നിർത്തി പോവില്ലേ? അത് ചെയ്തില്ല. എന്നിട്ട് എന്തായാലും മറുപടി എന്തായി? ദുഃഖേന മഹതാവിഷ്ട സമന്യുരിതമബ്രവി. അദ്ദേഹത്തിന് എന്നിട്ട് ദുഃഖം അങ്ങോട്ട് വന്നു. ഇത്ര പണിയെടുത്തത് ഇതല്ലേ കിട്ടിയത്? മന്യുച്ചാലോ ശുണ്ഠി വന്നു. എന്ത് ശുണ്ഠി വരെച്ചാൽ? ശുണ്ഠിച്ച ദേഷ്യം അങ്ങോട്ട് പറയാൻ വയ്യ. ശുണ്ഠിച്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? അത് പെട്ടെന്നുണ്ടാവണ ഒരു മൂക്കിൻ്റെ മുകളിലുണ്ടാവുന്ന സാധനത്തിൻ്റെ പേരാണ് എന്ത്? ശുണ്ഠി. ദേഷ്യം മൂക്കുമ്പിലല്ല ഉണ്ടാവുക, അത് കുറച്ച് ഉള്ളിലേക്ക് പോവും. നമ്മൾ ഈ തൊലിയുടെ പുറത്തൊക്കെ ചില പരിക്കൊക്കെ പറ്റില്ലേ, ഒരയ്യ, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഈ മുള്ളൊക്കെ കോറി വലിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അതൊന്നും വലിയ ഓപ്പറേഷൻ ചെയ്യേണ്ട ജാതി.
പരിക്കൊന്നുമില്ല. അപ്പം ഇന്നിപ്പോൾ അങ്ങനെ കുരഞ്ഞു വെച്ചാലും നാളേക്ക് ചിലപ്പോൾ അത് കാണാനൊന്നും ഉണ്ടാവില്ല. കറുത്ത തൊലി അങ്ങോട്ട് പോയാൽ 3-4 ദിവസം കഴിയുമ്പോഴേക്കും അതൊന്നും ഉണ്ടായതായിട്ട് തന്നെ ഉണ്ടാവില്ല. പക്ഷേ വല്ല കുത്തി കയറുക വല്ല വെട്ടി കയറുക എന്നൊക്കെ ചെയ്താൽ കുറച്ച് ആഴത്തിലുണ്ടായി തുന്നി കെട്ടി നേരിയൊക്കെ കുറച്ച് ദിവസം താങ്ങി പിടിച്ച് നിൽക്കേണ്ടി വരും. കണ്ടിട്ടില്ലേ? അത് വെച്ചാൽ ഉള്ളിക്കുണ്ടേ. അപ്പോൾ ഈ പുറത്തേക്ക് വന്ന് പെട്ടെന്ന് വന്ന് പോണ ചെറിയ ഒരു അസ്കിതയ്ക്ക് പറയുന്ന പേരാണെന്ത്? ശുണ്ഠി. നമ്മൾ കുട്ടികളോടെ കണ്ട് ഏട്ട ഒന്നും അങ്ങോട്ട് കൊടുക്കില്ലേ, അതിൻ്റെ പേര് ശുണ്ഠിയാണ്. ദേഷ്യപ്പെട്ട കുട്ടികളെ തല്ലരുതിട്ടു. എന്ത് ചെയ്യണം? ദേഷ്യപ്പെടുന്ന സമയത്ത് ഒരു മുറിയുടെ ഉള്ളിലേക്ക് കയറി വാതിലടച്ച് ചുക്കള്ളത്തിൻ്റെ പാത്രമായിട്ട് അവിടെ ഇരുന്നാൽ മതി. ദേഷ്യം വരുമ്പോൾ അതേ ചെയ്യാവൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇടിക്കാനും പറയാനും കേൾക്കാനും ചെയ്യാനും ഒന്നും പുറപ്പെട്ടാൽ അപ്പം കട്ടാവും. ഈ ദേഷ്യം വരുമ്പോൾ ഓരോരുത്തർ ഓരോന്ന് ചെയ്തവരാണ്. ഇപ്പോൾ പൂജപ്പരയും വിയ്യൂരും കണ്ണൂരും തീഹാറിലൊക്കെ ഗോതമ്പിൻ്റെ പലഹാരം കഴിച്ച് കഴിഞ്ഞു കൂടുന്നത്. ശുണ്ഠി കുറേശ്ശെ അത് വലിയ അപകടമില്ല. അതങ്ങോട്ട് അപ്പം തന്നെ അങ്ങോട്ട് പോവുകയും ചെയ്യും. നമ്മൾ ശുണ്ഠി എടുത്തു എന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്താ? ഒന്ന് മുഷ്ഞ്ഞു എന്നാണ്. അപ്പം ഇവിടെ എന്താ വെച്ചാൽ ഇദ്ദേഹം ഒന്ന് മുഷ്ഞ്ഞു. കാരണം എന്താ വെച്ചാൽ കോപമല്ല വന്നത്. അതായത് ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇങ്ങനെ 10,000 കൊല്ലത്തോളം തപസ് ചെയ്തിട്ട് നേരെ ഇല്ല. അദ്ദേഹം എന്ത് ചെയ്തു? അവിടം കൊണ്ട് നിർത്തിയില്ല. എന്നോ നോക്കൂ, തതശ്ച സുമഹത്തപദം രാജഋഷിരിതി മാം വിദോ ദേവാസ ഋഷിഗണ സർവേ നാസ്തി മന്യേ തപഫലം. അതുകൊണ്ട് തൻ്റെ തപസ്സിന് ഫലമായിട്ടില്ല. എന്താണ്? തൻ്റെ തപസ്സിൻ്റെ ഫലം ഇതല്ല. അതായത് ഇടയിലുണ്ടാവുന്ന ചില ഫലത്തിലൊന്നും അദ്ദേഹം തൃപ്തനല്ല എന്നാണ്. അതെന്താണെന്നറിയൂ? ചിലരുണ്ട്, അവർക്കൊക്കെ ചില കാര്യങ്ങളിൽ ഉറച്ച ലക്ഷ്യബോധം ഉണ്ടാവും. ആ ലക്ഷ്യബോധത്തിൽ ഉറപ്പിച്ചിട്ടാണ് അവരെന്ത് ചെയ്യണത്? പ്രവൃത്തി ചെയ്യണത്. ആ ലക്ഷ്യത്തിലെത്താതെ അവരെന്ത് ചെയ്യില്ല? അതിൽ കുറഞ്ഞതിലൊന്നും അവർ സന്തോഷിക്കില്ല. അപ്പം അതുകൊണ്ട് നിരന്തരം അങ്ങനെ ചെയ്ത് മുമ്പിലേക്ക് പോണവരാണ് ജീവിതത്തിൽ വലിയ നിലയിൽ എത്തണവർ. അല്ലെങ്കിൽ എന്താവുമെന്നറിയോ? നിസാരായതൊക്കെ ആയിട്ട് അങ്ങനെ ഡോക്ടറാവാനാ പഠിച്ചത്, അതിനെന്തായി? എന്തൊക്കെ ആരൊക്കെ പറയണ്ട, അങ്ങനെയൊക്കെ ആയി, ഡോക്ടറായില്ല ആണ്. അപ്പം അങ്ങനെ പറ്റില്ല. ഡോക്ടർ ആവണം എന്നാണ് ലക്ഷ്യം വെച്ചത്. പക്ഷെ എന്തുതന്നെ ആവണം? നമുക്ക് വേറെ പല തടസ്സങ്ങളുണ്ടാവും, പല പ്രലോഭനങ്ങളുണ്ടാവും, ചെറിയ വശീകരണങ്ങളുണ്ടാവും. അതിലൊന്നും നമ്മൾ വീഴാൻ പാടില്ല ആണ്. അതിലൊക്കെ വീണാൽ നമ്മൾ എന്ത് പോവും? വഴി തെറ്റിപ്പോവും. നമ്മളിപ്പം ഒരു മരുന്ന് വാങ്ങാനായിട്ട് അങ്ങാടിക്ക് പോകുകയെന്ന് കൂട്ടിക്കോളൂ. ഇതാണെങ്കിൽ അങ്ങടോ ഇങ്ങടോ എന്ന് ഏത് കിടക്കണതേ, അങ്ങടോ ഇങ്ങടോ എന്നുവെച്ചെന്താ? അജാതി വലിയ വലിക്കണതേ. അപ്പോൾ മരുന്ന് വെച്ചാൽ ഇവിടെ അടുത്തൊന്നും ഇല്ലല്ലോ. നമ്മൾ മരുന്ന് വാങ്ങാൻ നമ്മളെ പറഞ്ഞയച്ചു. നമ്മളെച്ചാൽ അന്ന് വണ്ടി വാഹനമൊന്നും പഴയ കാലമല്ലേ, ഒന്നും ഇല്ല ഇനിയും. അപ്പോൾ നമ്മൾ കിട്ടിയ ബസ്സിന് കയറി വേഗം അങ്ങോട്ട് പുറപ്പെട്ടു. അത് ഏതാണ്ട് ഒരു 10-20 കിലോമീറ്റർ പോയാലേ മരുന്ന് കിട്ടുള്ളൂ. ഒരു 5-10 കിലോമീറ്റർ എത്തിയപ്പോൾ അവിടെ ബസ്സൊന്ന് നിർത്തും. ഒരു വലിയ അങ്ങാടിയാണല്ലോ, അവിടെ നിർത്തി ഒരു 5 നിമിഷം അവിടെ നിർത്തും ബസ്സേ. അപ്പോൾ അവിടെ നിർത്തിയിട്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ബസ്സിൽ നിന്ന് വെറുതെ ഇരിക്കില്ല. അപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ, പുറത്താണെങ്കിലോ അപ്പുറത്തൊരു കയറ് കെട്ടി ഇപ്പുറത്തൊരു കയറ് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ തരക്കേടില്ല. നമുക്ക് നല്ല റോഡിൻ്റെ മുകളിൽ കൂടി നടക്കാൻ വയ്യാത്ത ആൾക്കാരാണ് നമ്മളപ്പോൾ ആ കയറിൻ്റെ മുകളിൽ കൂടി നടക്കണതേ. അപ്പോൾ രസമുണ്ട് കാണാൻ. രസമുണ്ടെന്ന് പറഞ്ഞാൽ ബസ്സിൽ നിന്ന് നോക്കിയിട്ട് നേരെ ഇങ്ങോട്ട് കാണാനില്ല. അപ്പോഴേക്ക് മറ്റേ ബസ് അവിടെ നിർത്തുമ്പോൾ ഒന്നും കാണില്ല. വല്ലാത്ത ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എന്തായാലും ഇത് പോകാൻ കുറച്ച് നേരമുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഇറങ്ങി അപ്പുറത്ത് പോയി നല്ലോണം അത് പിന്നെ തുറക്കണമല്ലോ. അങ്ങനെ നിന്ന് കുറേ നേരം വായും പൊളിച്ച് അവിടെ നിന്നിതിങ്ങനെ കണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയി അവിടെ എത്തിച്ചോളാമെന്നൊന്നും ആരും കരാറെടുത്തിട്ടില്ല. ബസ്സുകാരൻ കാശ് വാങ്ങി അവിടെ ഇരുന്നാൽ അവിടെ എത്തിച്ചോളാന്നേ ഉള്ളൂ. ഇറങ്ങിപ്പോയി എത്തിച്ചോളാമെന്നൊന്നും അയാൾ ഏറ്റിട്ടില്ല. ബസ് പോവുകയും ചെയ്തു. നമ്മൾ തിരിച്ചു വന്നപ്പോൾ എന്തില്ല? ബസ്സില്ല. പിന്നെ നോക്കുമ്പോൾ അങ്ങോട്ട് ഒരു ബസ്സും ഇല്ല. പിന്നെ ഏതോ ഒരു ബസ് ഉണ്ടെന്ന് ആരോ പറയുന്നത് കേട്ടു. അതും കാത്ത് കുറേ നേരം നിന്നു. അപ്പോൾ വേറെയുള്ള പറഞ്ഞു ആ ബസ് ഇന്നില്ല എന്നും പറഞ്ഞു. അയാളുടെ മകൻ്റെ കല്യാണം അത്രയും. അപ്പോൾ ഇനി നിവൃത്തിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അപ്പോൾ നമ്മൾ പിന്നെ അവിടെ തന്നെ തിരിക്കാനൊന്നും വരും, തിരിച്ചു പോരാനും വണ്ടി വേണ്ടേ. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്നു. പിറ്റേന്ന് വെളിച്ചാകുമ്പോൾ 6 മണിക്ക് ബസ് ഉണ്ട് അത്രേ. അപ്പോൾ നമ്മൾ ആ ബസ് കയറിയിട്ട് എന്ത് ചെയ്തു? പോയി മരുന്ന് വാങ്ങി കൊണ്ടുവന്നു. പക്ഷെ മരുന്ന് വാങ്ങിക്കൊണ്ടുവന്നു പിന്നെ ഒരു രൂപം ഉണ്ടായി. എന്താ? നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങടോ ഇങ്ങടോ എന്നായിരുന്നു. ഇതിപ്പോൾ അങ്ങടായി. അപ്പോൾ പിന്നെ വിഷമമില്ല. ഇത് അങ്ങടോ ആകുമ്പോഴാണ് നമുക്ക് വിഷമം. ഏതെങ്കിലും ഒരു ദിക്കിക്കായി എന്തില്ല, അങ്ങടായി ഇതുണ്ടായത്. ഇത്തരക്കാരെയാണ് നമ്മൾ എന്ത് പറയുക? ലക്ഷ്യബോധമില്ലാത്തവരെന്ന് പറയും.
ഇല്ലിച്ച് ഈ മരുന്ന് വാങ്ങാൻ പുറപ്പെട്ടവൻ എന്ത് വേണ്ടതാണ്? ഒരു അത്യാവശ്യ കാര്യത്തിനാണ്, ഒരാളുടെ കഷ്ടത്തിൽ ഇരിക്കുന്ന ആൾക്കാർ മരുന്നിനാണ് പോണത് എന്നുള്ളൊരു ജാഗ്രതയും ഒരു ലക്ഷ്യത്തിലേക്കുള്ളൊരു തീവ്രമായ അഭിനിവേശം ഉണ്ടാവണം. ഇല്ലാതെ വരുമ്പോൾ വഴിയിൽ കാണുന്ന ഈ ജാതി അങ്ങാടി സർക്കസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ അങ്ങാടി സർക്കസിൻ്റെയും മരുന്നിൻ്റെയും കാര്യം പറഞ്ഞ കഥയായിട്ട് പറഞ്ഞു വെച്ചാലും ജീവിതമാണത്, നമ്മുടെ ജീവിതമാണത്. നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമ്മൾ പലതും കാണും റോഡിൻ്റെ പക്കത്തെ. നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ കാണുമ്പോൾ അതെന്തോ നേരം പോക്ക് പറഞ്ഞ കുട്ടികളൊക്കെ കോളേജിലൊക്കെ ഡിഗ്രിക്കൊക്കെ ചേരാനായിട്ട് വരും. വരണ സമയത്തൊക്കെ എന്താ അവരുടെ ആ വരവിൻ്റെ വരവ്, കോളേജൊക്കെ മറച്ചിട്ടെന്നുള്ള മട്ടിലാണ് വരിക. നമ്മളിത് കുറേ കാലം അതിൽ കാണുന്നു, ഇത് ജതി വരവ്. അപ്പം അതുകൊണ്ട് നമുക്കൊന്നും തോന്നില്ല. എന്നിട്ട് ഗേമായ വരവാ. ഒന്നാമത്തെ സെമിസ്റ്ററൊക്കെ ഗംഭീര, എന്താ പൊടിക്കും. രണ്ടാമത്തേതാവുമ്പോൾ അത്രയ്ക്ക് ഉണ്ടാവില്ല. മൂന്നാമത്തേത് നമ്മൾക്കൊരു പ്രേമൊക്കെ ആവും. പിന്നെ വിചാരിക്കും അതാണ് എന്ത്, ഇവിടേക്ക് വന്നത് തന്നെ എന്തിനാണ്, ഇതിനാണെന്ന് വിചാരിക്കും. പിന്നെ മാവിൻ്റെ ചോട്, പുഴയുടെ കര, പിന്നെ എന്താണ് പൊന്തക്കാട്, കോളേജ് ഒഴിച്ചുള്ള സ്ഥലത്തൊക്കെ വരെ കാണാൻ പറ്റും. അങ്ങനെ ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും? കഴിഞ്ഞു. പിന്നെ ഒരു 4-5 കൊല്ലം കഴിഞ്ഞാൽ കാണാം രണ്ടെണ്ണത്തിന് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കണ്ടാലും മനസ്സിലാവില്ല. അപ്പം എവിടെയപ്പോൾ സാറേ എവിടെയൊക്കെ ഉണ്ട്, എവിടെ ബസ് സ്റ്റാൻഡിൽ അവിടെയും ഇവിടെയൊക്കെ ഉണ്ട് അങ്ങനെ. അപ്പം എന്താ ഇപ്പോൾ പരിപാടി? ഒന്നുമില്ല. കണ്ടോ എവിടെ എത്തി? പ്രേമിക്കണതും കല്യാണം കഴിക്കണതും മോശമാണ്, അശ്ലീലാണെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇനി അതൊന്നും എവിടെയും പോയി പറഞ്ഞ വഴിയിൽ നമ്മളെ തടയാൻ നിൽക്കണ്ട. എന്തിന്? അപ്പം അതിൻ്റെ കാലമാണ്. അദ്ദേഹത്തിന് ജാതി എന്താ പറയുക, പിന്തിരിപ്പൻ ആശയങ്ങളായിട്ട് വന്നു എന്നൊന്നും പറഞ്ഞ് നമ്മുടെ മട്ടിക്ക് നമുക്കൊരു തിരുപ്പനും ഇല്ല. ഇതൊക്കെ അനവധി കാലമായിട്ട് കാണണതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. കുട്ടികളോട് പറയാറുണ്ട്. എന്താ കാരണം? വല്ലതിനും വിവരം ഉണ്ടാവുക വെച്ചാൽ ഉണ്ടായിക്കോട്ടെ. ഈ കുട്ടികൾ ഇവിടെ വരണത് വലിയൊരു ലക്ഷ്യത്തിലേക്കാണ്. ജീവിതത്തിന് നല്ലൊരു വെളിച്ചം ഉണ്ടാവണം, നല്ല വിവരം ഉണ്ടാവണം, വിദ്യ ഉണ്ടാവണം, അതിനനുസരിച്ച് ഉയർച്ച ഉണ്ടാവണം ചേട്ടാ വരിക. വന്നത് അങ്ങനെയാണ്. ബുദ്ധിയുണ്ട്, വിവരമുണ്ട്, കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, കുടുംബത്തിനുള്ള സൗകര്യമുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പം ഈ വഴിയിൽ കാണുന്ന ഓരോ മായാവിലാസത്തിൽ പെട്ടാൽ പിന്നെ എന്തിനാ താമ്പടയ്ക്ക് വന്നത് അങ്ങോട്ട് മറന്നു പോവും. അല്ല പഠിച്ചു നല്ല ദിക്കിലൊക്കെ എത്തി നല്ല പ്രാപ്തിയൊക്കെ ആയി എന്നിട്ട് കല്യാണമൊക്കെ കഴിച്ചു കുട്ടികളും കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ച് അവിടേക്ക് അച്ചാൽ പോയിക്കോട്ടെ. ആർക്കപ്പോൾ വിഷമമുള്ളത്? അവൻ്റെ ജീവിതം അവൻ രൂപപ്പെടുത്തി നല്ല വരുമാനം നല്ല സമ്പ്രദായമൊക്കെ ഉണ്ടായി അല്ലലില്ലാണ്ട് ജീവിക്കാനുള്ള കഥയുണ്ട്. എന്നാൽ പിന്നെ ആർക്കാ വിഷമമുള്ളത്? ഒരാൾക്ക് വിഷമമുണ്ടോ? അതും ഇല്ല ഇതും ഇല്ല ഒന്നുമില്ല, നരകിച്ച് നാറി കഷ്ടത്തിലായി എന്ത് ചെയ്യില്ലേ? 1-2 ചെറിയ കുട്ടികളൊക്കെ ആയി അവറ്റകളൊക്കെ പരിപാലിക്കണ്ടേ, പണം വേണ്ടേ, അതിനെന്തൊക്കെ എന്ത് ചെയ്യും? എന്നിട്ട് നിവൃത്തിയില്ലാതെ കഷ്ടത്തിലായി ഉണ്ണാനും ഉടുക്കാനും നിവൃത്തി അങ്ങനെ പിന്നെ വേണ്ടാത്തതിനൊക്കെ പുറപ്പെട്ട് അത് ഇതൊക്കെ ആയി ജീവിതം എന്തായിട്ട് തീർന്നു. ഇനിയിപ്പോൾ അത് ഒന്നും കൂടി ആദ്യം മുതൽ തുടങ്ങാമെന്ന് വിചാരിച്ച് തുടങ്ങാൻ പറ്റുമോ? ഇതൊക്കെ അങ്ങോട്ട് മായച്ചളയാ. എന്നിട്ട് നമുക്ക് ആദ്യമേ പറ്റുമോ? സിനിമയിലൊക്കെ ആണെങ്കിൽ പറ്റും, ജീവിതത്തിൽ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് സിനിമയല്ല, ജീവിതം സൂക്ഷിച്ച് നോക്കിയും കണ്ടൊക്കെ നമ്മളെല്ലാറ്റിനും പുറപ്പെടണം. നമ്മൾ കുട്ടികൾക്കൊക്കെ വിവരം കഥയുള്ളത് പറഞ്ഞു കൊടുത്തിട്ടൊന്നും കാര്യമില്ല, വകതിരിവുണ്ടെങ്കിലേ നേരെയാവുള്ളൂ. അപ്പം ഇതാണ് ജീവിത ലക്ഷ്യത്തെക്കുറിച്ച്. അപ്പം ഉറച്ച ലക്ഷ്യബോധം വളരെ നിഷ്ഠയോടുകൂടി വേണ്ടതാണ്. ആ നിഷ്ഠയിലാണ് അതാണ് നമ്മൾ ഈ വിശ്വാമിത്ര മഹർഷിയുടെ അടുത്തുനിന്ന് കുറേ പഠിക്കാണ്ട് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഇപ്പം പൊതുവേ ലോകത്തുള്ളവരാരെങ്കിലും ആണ് ഇപ്പോൾ ഇതിന് പുറപ്പെട്ടത് നൂട്ടിയുള്ളൂ. സാധാരണക്കാരാണ് പുറപ്പെട്ടത് വെച്ചാൽ ആ ബ്രഹ്മാവ് വന്നിട്ട് അങ്ങ് രാജഋഷിയായി കേമനായി പറഞ്ഞു. അപ്പോൾ നമ്മളെന്ത് വിചാരിക്കും? ഇത്ര വേഗമോ എന്ന് പറഞ്ഞാൽ അടുത്ത വണ്ടിക്ക് കയറി അവനവൻ്റെ കുടുംബത്തേക്ക് വന്നാൽ കഴിഞ്ഞില്ലേ? അപ്പം അവിടെ നിന്നു. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് എന്തില്ല? അദ്ദേഹം എന്ത് തീരുമാനിച്ചു? ഇതുപോരാ ഈ തീ നിശ്ചിത്യ മനസാ ഭൂയ ഏവ മഹാതപാഹ. അങ്ങനെ ഉണ്ടായത്. ഇത് നിശ്ചിത്യ ഇങ്ങനെ തീരുമാനിച്ചിട്ട് അദ്ദേഹം വീണ്ടും കഠിനമായിട്ട് തപസ് ചെയ്തു. ഗംഭീര തപസ്സാണ് ഉണ്ടായത്. അങ്ങനെ ഈ ഗേമായി തപസ് ചെയ്യുന്ന കാലത്ത് അദ്ദേഹം തപസ് ചെയ്യുക വെച്ചാൽ വെറുതെ തപസ് ചെയ്യില്ല, അതിൻ്റെ ഇടയ്ക്ക് ഓരോ സംഗതികളൊക്കെ ഉണ്ടായി. അക്കാലത്താണ് എന്താ ഉണ്ടായി വെച്ചാൽ ത്രിശങ്കു എന്ന് പറഞ്ഞിട്ട് ഇക്ഷ്വാകു വംശത്തിലൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനാണെങ്കിൽ ഓടലോടെ സ്വർഗത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടൊരു പുറപ്പാട്. ഓരോന്നിനും ഓരോ പുറപ്പാടല്ലേ. അദ്ദേഹത്തിന് എന്തിൻ്റെ പുറപ്പാടാണ്? അദ്ദേഹത്തിന് വേറെ ചില ഉദ്ദേശമുണ്ട്. ഈ ത്രിശങ്കുവിനാണെങ്കിൽ ഓടലോടെ സ്വർഗത്തേക്ക് പോകണം. അപ്പോൾ വസിഷ്ഠ മഹർഷി പണ്ട് പറഞ്ഞതാണ് ഓടലോടെ അല്ലാണ്ട് ഞാൻ പറഞ്ഞ ഈശ്വരം ഈ ഓടൽ ഇവിടേക്കുള്ളതാണ്, അവിടേക്കുള്ളതല്ല ഇത്. നമുക്ക് ഓരോ ദിക്കിലേക്ക് ഓരോ കുപ്പായ. അടുക്കളയിൽ നമ്മൾ ഈ കൂട്ടാൻ്റെ കഷ്ണം നുറുക്കിയിട്ട് സാമ്പാറുണ്ടാക്കുന്ന സമയത്തിരുന്ന കുപ്പായാണോ കല്യാണത്തിന് പോകുമ്പോൾ ഇടുക? കല്യാണത്തിന് പോയിട്ട് സാമ്പാറിൻ്റെ ബക്കറ്റ് നെഞ്ചത്തേക്ക് മറക്കും. എന്നാലും നമ്മൾ പോകുമ്പോൾ ഇട്ട് ഇത് കുപ്പായ നല്ല ഒന്നാം തരം തിളങ്ങണം മിന്നി തിളങ്ങണമെന്നൊക്കെ ഇട്ടിട്ടല്ലേ പോവുക. അപ്പം അന്ന് നമ്മൾ പറമ്പിൽ കുന്നവാഴ നടാൻ പോകുക ഏത് കുപ്പായിട്ടിട്ടാ? കല്യാണത്തിന് പോണ കുപ്പായിട്ടിട്ടാണോ പോവുക?
അല്ല. അപ്പം നമ്മൾ ഓരോ സന്ദർഭത്തേക്ക് ഓരോ തരത്തിലല്ലേ നമ്മുടെ വേഷമാണെങ്കിലും എന്താണെങ്കിലും എടുക്കണത്. അപ്പോൾ എന്താ വെച്ചാൽ ഓരോന്നിനും ഓരോ മട്ട് വേണ്ട. ഇവിടെ ഇപ്പം എന്താ ഉണ്ടായി വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശ്യം സ്വർഗത്തേക്ക് പോകലാണ്. മറ്റേ ആളുടെ ഈ സ്വർഗത്തേക്ക് പോകുമ്പോൾ ഉടലോടെ പോകണം. ഉടലെന്ന് പറഞ്ഞാൽ ഈ ശരീരം, നമുക്കിപ്പോൾ ഈ ശരീരമില്ലേ, ഇത് ഇവിടേക്കുള്ളതാണേ, ഇത് എവിടേക്ക് പറ്റില്ല. അടുക്കളയത്തെ കുപ്പായം കല്യാണത്തിന് പറ്റില്ല എന്ന് പറഞ്ഞ മാതിരി ഈ ശരീരം ഇവിടെ പെരുമാറാനുള്ളതാണ്. അത് ദേവലോകത്ത് പോയിട്ട് സ്വർഗത്ത് പെരുമാറാൻ പറ്റില്ല. അപ്പോൾ അത് വസിഷ്ഠർ പറഞ്ഞു കൊടുത്തു, പറ്റില്ല പറ്റില്ല എന്ന്. ഇയാൾക്ക് ബുദ്ധിയാവണ്ടേ? അദ്ദേഹം എനിക്ക് ഈ ഉടലോടെ പോകണം, പിടിവാശി എന്ത് ചെയ്യും? ചിലരെങ്ങനെയുണ്ട്, ഒടുക്ക വസിഷ്ഠർ നന്നാവില്ല താനെന്നും പറഞ്ഞു. എന്ത് ചിലത് നന്നാവില്ല, അവന് ഒഴിവാക്കി പോകുക നല്ലത്, ഒരു തരത്തിലും നന്നാവില്ല എന്ന്. അങ്ങനെ ത്രിശങ്കു അവിടുന്ന് തരാവില്ല എന്ന് കണ്ടപ്പോൾ വിശ്വാമിത്ര മഹർഷിയുടെ അടുത്തേക്ക് വന്നു. അന്നാച്ചാൽ വസിഷ്ഠർ വിശ്വാമിത്ര അത്ര നല്ലോണം അല്ലേ ഇനി. അത് പിന്നെ അങ്ങനെയല്ലേ, ഈ നമ്മുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അവിടേക്കാ പോവുക? കുടുംബത്തിരിക്കുക, പറമ്പ് കളയ്ക്കാൻ പോവുകയെ. മറ്റേ പാർട്ടി ഇതിൻ്റെ വിപരീതം പാർട്ടിക്ക് പോയിട്ട് അവിടുന്ന് തെറി ഇങ്ങോട്ട് വിളിക്കും. പണ്ട് ഇവിടെ ഇരുന്ന് കുറേ അങ്ങോട്ട് വിളിച്ചതാണ്. ഈ ജാതി കുറേ എണ്ണത്തിനെ കണ്ടിട്ടില്ലേ നമ്മൾ? ഇതിനെയൊക്കെ കണ്ടാൽ നമുക്ക് ചാണകവും ചൂലുമാണ് ഓർമ്മ വരിക. അല്ല, ഒരു സ്ഥിതി ഇല്ലാത്തവനാണേ. ഇവിടെ ഇരുന്ന കാലത്ത് ഇവിടെ കുറേ വളവളവളവളോ പറഞ്ഞു. ഇവിടുന്ന് പോയപ്പം പണ്ട് ഇപ്പം പറഞ്ഞതൊക്കെ തിരിച്ച് ഇവിടേക്ക് പറയുക. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇപ്പം ഒന്നുകിലും മരുന്ന് കഴിക്കണില്ല കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഇതൊരു ശീലമാണ്. എന്ത് ശീലം? ജീവിക്കാൻ എന്തിനും വൻ ഏത് പണിയെടുക്കും. എന്ത് പണി? അതിന് അന്തസ്സൊന്നും വേണമെന്നൊന്നുമില്ല. എന്ത് പണിയെടുത്തവൻ ജീവിച്ചോളൂ. അത്തരക്കാരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഒഴിവാക്കി വിടണം. എന്താ കാരണം എന്നറിയോ? നമ്മൾ ഒരു എന്തിലെങ്കിലും ഒരു ഉറപ്പുള്ളവനെ നമ്മൾ വിശ്വസിക്കാവൂ. കള്ളനായിക്കോട്ടെ, ഒരു ഉറപ്പുള്ളവനാണെങ്കിൽ വിശ്വസിക്കുക. ഇത് കള്ളനാണല്ലോ, നോക്കി കണ്ട് നടന്നാൽ മതി, ഇത് നന്നാക്കാനൊന്നും പോണ്ട. കള്ളനാണെങ്കിൽ ഒരു ഉറപ്പുള്ളവനാണെങ്കിൽ അവനെ വിശ്വസിക്കുക. സത്യവാസിയാണ് ഒരു ഉറപ്പുള്ളവനാണെങ്കിൽ വിശ്വസിക്കുക. ഇത് ഒരു ഉറപ്പില്ലാത്തവനെ നമുക്ക്, കള്ളനാണോ ഒന്നും ഇല്ല, സത്യവാസിയാണോ ഒന്നും ഇല്ലാത്തവനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വിശ്വസിക്കാൻ പറ്റില്ല. പറഞ്ഞതിന് മനസ്സിലാവും. ഒരു നിലപാടുണ്ടാവണം ജീവിതത്തിൽ. നിലപാടെന്ന് പറഞ്ഞാൽ നമുക്കൊരു അഭിപ്രായം, ഒരു നിലപാടും ഓരോന്നിനെ കുറിച്ചും ഉണ്ടാവണം. അങ്ങനെ ഒരു നിലപാടിൽ ഇപ്പോൾ ഒരാൾ ഈശ്വര വിശ്വാസിയേ അല്ല, നോട്ടിക്കോളൂ, അദ്ദേഹം ഒരു തരത്തിലില്ല, എനിക്കതിൽ വിശ്വാസമില്ല, ഇല്ല തീരെ ഇല്ല. അപ്പോൾ അങ്ങ് പിന്നെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഇല്ല, ഞാൻ പോവാറില്ല, ഭാര്യ വേണേ പോയിക്കോട്ടേക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പോവാറില്ല, ശരിയല്ലേ, പോവാറില്ല, ചത്താലും ഇല്ല ഞാൻ പോവില്ല. നിലപാടുണ്ട് ആർക്ക്? അദ്ദേഹത്തിന് ശരിയോ തെറ്റോ എന്നല്ല, അയാളുടേതായ ഒരു ശരിയിൽ ഒരു നിലപാടുണ്ട്. അവനെ നമുക്ക് വിശ്വസിക്കാം. എന്താ കാരണം? അവൻ അമ്പലത്തിൽ പ്രതീക്ഷിക്കേണ്ടെന്നേ ഉള്ളൂ. എന്താ അർത്ഥം മനസ്സിലാവണില്ലേ? എന്നൊരു ഈശ്വര വിചാരമുള്ളവനാണ്. എന്താ കാരണം? ഞാൻ എന്തായാലും ഈശ്വരനെ വിടില്ല, ഞാൻ എന്തായാലും വിടില്ല എന്നുള്ള മട്ടിൽ ഉറപ്പിച്ച് പിടിച്ച ആ സ്ഥിതിയിൽ ഏത് കാലത്ത് ആ മട്ടിൽ ഉറച്ചിരിക്കണം വിശ്വസിക്കുക. എന്താ കാരണം? അവനെ വിശ്വസിക്കാം. എന്തുകൊണ്ട്? അതിൽ ഉറപ്പുള്ള ആളാ. അല്ല, ചിലരങ്ങനെയല്ല. ചിലരെങ്ങനെയാണെന്നറിയോ? തഞ്ചത്തിൽ കുറച്ച് ഇവിടെ ഉണ്ടാവും, തഞ്ചം തരം നോക്കി കുറച്ച് അവിടെ ഉണ്ടാവും. ഈ ജാതി കൂട്ടത്തിന് ഒരു കാലത്തും വിശ്വസിക്കാൻ പറ്റില്ല. ചിലരങ്ങനെയുണ്ട്, പല ജാതി മുഖങ്ങളാണ്. ഏത് മുഖത്തിന്? പണ്ടങ്ങനെ വെച്ചാൽ ഒരിക്കലും അമ്പലത്തിൽ വായനയ്ക്ക് പോയിപ്പോളേ, അമ്പലത്തിലെ വായന, അപ്പോൾ വലിയ അമ്പലമാണ്, ഒക്കെമായ ധാരാളം ആളുണ്ട്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ മുമ്പിൽ ഈ ബലിക്കപ്പര എന്ന് പറയില്ലേ, കൊടിമരം ബലിക്കപ്പരയിൽ, അതിൻ്റെയും മുമ്പിൽ വലിയ നടപ്പന്തലുണ്ട്. ആനകൾ എന്നുള്ളതാണ്. അവിടെ നല്ല വിസ്താരമുണ്ട്. അവിടെയാണ് വായന. തെക്ക് വടക്കായിട്ടാണ് ഈ കിഴക്കോട്ടാണ് മുഖം, തെക്ക് വടക്കായിട്ട് അമ്പലത്തിൻ്റെ നടപ്പന്തലും. അവിടെ വടക്കോട്ട് തിരിഞ്ഞിരുന്നിട്ട് ആ വായന. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഈ ആളുകൾ ഇങ്ങനെ തൊഴുകാൻ പോകുന്നതൊക്കെ നടുക്ക് കൂടി കുറേ ദൂരെയാണ് നല്ലോണം വഴി പോണതൊക്കെ കാണാം. ഒരു ചെറുപ്പക്കാരൻ ദിവസവും വരും. നമ്മളൊരു 6-7 ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നാട്ടുകാരെയൊക്കെ കാണാമല്ലോ. അപ്പോൾ ഒരു ദിവസം ആദ്യത്തെ ദിവസം തന്നെ ചെറുപ്പക്കാരൻ ഒരു 10-20-25 വയസ്സൊക്കെ തോന്നും. ഒരു ചെറുപ്പക്കാരൻ അമ്പലത്തേക്ക് അങ്ങോട്ട് പോകും. എന്ത് കേമായിട്ടാണാവോ അകത്തേക്ക് പോണത്. അപ്പോൾ അകത്ത് ചെല്ലലും കേമായിട്ട് തൊഴലും നമസ്കരിക്കലും ഭക്ഷണം കഴിക്കലും, എന്നിട്ട് ഈ പ്രസാദമൊക്കെ വാങ്ങി നെറ്റിയിൽ അങ്ങോട്ട് വാരി അങ്ങോട്ട് പൂശലും, ആ പൂവൊക്കെ ഇങ്ങനെ തലയിലൊക്കെ ചൂടിയത് കണ്ട് ഇപ്പം വരണത് കണ്ടാൽ തെച്ചി പൂത്തത് എൻ്റെ തലയിലാ തോന്നും. അങ്ങനെയൊക്കെയാണ് വരണതേ. എന്നിട്ട് ഇപ്പം ഈ വാൽമാടം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നാലമ്പലത്തിൻ്റെ മുമ്പിൽ വാൽമാടം കഴിഞ്ഞ് ബലിക്കപ്പരയ്ക്കും കിടക്കുന്നു. ബലിക്കപ്പര കിടന്ന് പുറത്തേക്കും കൂടെ ഇറങ്ങിയ ഇവൻ എന്താ ചെയ്യാൻ വെച്ചിട്ടുണ്ടോ? ഈ ചവിട്ടിക്ക് ഈച്ച പോയ മാതിരിയാണ്. എന്നിട്ട് തോളത്തിട്ട മുണ്ടിൻ്റെ വക്കൊണ്ട് തുടക്കുകയും ചെയ്യും നോക്കാം. എന്നിട്ട് പിന്നെ ഇവിടുന്ന് വൃത്തിയിൽ വന്ന മാതിരി പോവുകയും ചെയ്യും. അപ്പം നോക്കൂ, ഇപ്പം ഇതിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ ഒരു സ്വഭാവം വേറെ, പുറത്തിറങ്ങിയപ്പം സ്വഭാവം വേറെ. ഇതിൽ ഏതാ എൻ്റെ സ്വഭാവം? എന്തായാലും മിണ്ടാത്തത്. വാസ്തവത്തിൽ എൻ്റെ സ്വഭാവം ഏതാ? അകത്തേതോ പുറത്തേതോ? എന്നാരാ പറഞ്ഞത്? പുറത്തേതാന്നാരാ പറഞ്ഞ്? അകത്തേതാന്നാരാ പറഞ്ഞ്? ഈ അകത്തേതും പുറത്തേതും എൻ്റെ സ്വഭാവമല്ല.
ഇവന് അങ്ങനെ ഒരു സ്വഭാവം ഇല്ല. ഇവൻ എവിടേക്കാ വേണ്ട വെച്ചാൽ എന്ത് സ്വഭാവവും പുറത്തേക്ക് എടുക്കും. ഇജാതി കൂട്ടത്തിന് വിശ്വസിക്കാൻ പറ്റില്ല. പറഞ്ഞാൽ മനസ്സിലായോ? അകത്തേത് ഇവൻ്റെ സ്വഭാവമാണെങ്കിൽ അവൻ്റെ കയ്യിലിരിക്കണ്ടേ? അതില്ല. എന്നാൽ പുറത്തേതാണ് ഇവൻ്റെ സ്വഭാവം വെച്ചാൽ അത് കയ്യിലിരിക്കണ്ടേ? അതുമില്ല. അപ്പോൾ ഇവൻ്റെ സ്വഭാവം എന്താ ചോദിച്ചാൽ ഇത്തരക്കാരെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഉറപ്പിക്കരുത്. എന്താ കാരണം? ഇവനെ എന്ത് നിലപാട് ഏത് തരത്തിനും എടുക്കും. അതാണ് അത്തരക്കാരെ നമ്മൾ എന്ത് പറയുക? ഉദരനിമിത്തം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എന്ത് ബഹുകൃതവേഷ, എന്ത് വേഷം കേട്ട് എന്തിനും അർത്ഥം മനസ്സിലാവില്ലേ? അത്തരക്കാരനായിരുന്നില്ല ഈ വിശ്വാമിത്ര മഹർഷി. ഒരു കൃത്യമായ നിലപാടും ലക്ഷ്യബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് അപ്പം മനസ്സിലായോ? അതിനാണിത് നമ്മൾ മാതൃകയായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ കഥ അവിടെ ശതാനന്ദ മഹർഷി കഥ പറയണത് തന്നെ എന്തിനാണെന്നറിയില്ല, ലോകർക്കൊക്കെ ഒരു വെളിച്ചം കഥയുണ്ടാവാൻ. ചിലരൊക്കെ അങ്ങനെയുള്ളവരുണ്ട്. അതുകൊണ്ട് നമ്മൾ ലോകത്തിൽ നോക്കിയാൽ നമ്മൾ ഈ ലോകത്തിൽ സഞ്ചരിക്കുമ്പോഴേ ഇങ്ങനെ ഈ കുതിരയ്ക്ക് മറ്റേത് കെട്ടിയ മാതിരി നടക്കരുത്. ഏത് കുതിരയ്ക്ക്? ഈ കുതിരയുടെ വണ്ടിയിൽ കെട്ടിയ കുതിരയുടെ പടം ഇങ്ങനെ സാധനം കെട്ടും. എന്നിട്ട് എന്താ പടക്കോ പറഞ്ഞാൽ മുമ്പിക്ക് മാത്രമേ കാണുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലോ? അത് അങ്ങനെയുണ്ടല്ലോ. ചിലരൊക്കെ അങ്ങനെയാണ്, ഒന്നും അറിയില്ല, അവരിങ്ങനെ പോകും. നമ്മളെവിടെയാണ് ചെന്നെത്തിപ്പെട്ടത് വെച്ചാൽ ആ എത്തിപ്പെട്ട സ്ഥാനത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ഒരു രൂപപ്പള ഉണ്ടാക്കി വെക്കണം. എവിടെ നമ്മൾ എത്തിയാലും ഒറ്റ നോട്ടം കൊണ്ട് ഓ ഇവിടെ എങ്ങനെയാ, എങ്ങനെ, എന്താ മനസ്സിലായത്? ഒരു മനസ്സിലാവലുണ്ടല്ലോ. ആ മനസ്സിലാക്കുന്നതിന് സൂക്ഷ്മതയുള്ളവർക്ക് കൂടുതൽ മനസ്സിലാവും. ശരിയാണ്, നല്ല കഥയുള്ള കൂട്ടർ ഒരു ദിക്കിലെത്തി ഒരൊറ്റ നോട്ടം നോക്കിയാൽ കാര്യങ്ങളുടെ ഒരു കടപ്പ് നമുക്ക് മനസ്സിലാവാറില്ല. ചില ദിക്ക് ചെല്ലുമ്പോൾ ഇവിടെ വലിയ തെറ്റൊന്നും അതിൽ പിന്നെ ഒരു പതിവില്ല. ഇത് നിരീക്ഷണ പാഠമെന്നാണ് പറയുക. എന്താ പറയുക? നിരീക്ഷണം. എവിടെ ചെന്നാലും നിരീക്ഷിച്ച് കാര്യങ്ങളെ അതൊരു പഠിപ്പാണേ. അതുകൊണ്ട് വിദ്യാർത്ഥിക്ക് വേണ്ട ആദ്യത്തെ പഠിപ്പ് ഈ നിരീക്ഷണ പാഠമാണെന്ന് പറയും. അത് നമ്മൾ ശ്ലോകത്തിൽ പറയാറില്ലേ, കാക്കദൃഷ്ടി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കാക്കദൃഷ്ടി ഈ നിരീക്ഷണ പാഠമാണ് ആ കാക്കദൃഷ്ടി. വിദ്യാർത്ഥിക്ക് വേണ്ടത് അത്. എവിടെ എത്തിപ്പെടുന്നു വെച്ചാൽ ആ എത്തിപ്പെട്ട സ്ഥാനം എന്ത്, ഏത്, ഇവിടുത്തെ സമ്പ്രദായങ്ങൾ എന്ത്, ഇവിടെ ആരൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളൊക്കെ ഒരു സമ്പ്രദായ ഒരു വെളിച്ചം അതുണ്ടാവണം. അതുണ്ടാവണതിൻ്റെ പേരാണ് എന്ത്? ആ ബോധ്യത്തിൻ്റെ പേരാണ് ഈ പറയുന്നതായ അവിടെ ഇരുന്നോളൂ ഇപ്പോൾ വേണ്ട അവിടെ ഇരിക്കും കേട്ടോ, പറയുമ്പോൾ അങ്ങോട്ട് കൊണ്ടുവരട്ടെ. ഇപ്പം ഈ കാക്കദൃഷ്ടി വെച്ചാൽ കാക്ക കണ്ടില്ലേ? മുറ്റത്തെ മാവിൻ്റെ കൊമ്പത്തോ പ്ലാവിൻ്റെ കൊമ്പത്തോ വന്നിരിക്കുന്ന കാക്ക എങ്ങനെയാ? കാക്ക കണ്ടിട്ടില്ലേ നോക്കണത്? പിന്നെ ഇങ്ങനെ നോക്കും. നമ്മളെ കണ്ട എങ്ങനെയാണ് നോക്കാം? എന്താ കാരണം? അങ്ങനെ നോക്കേണ്ടത് എന്താ കാരണം? മനസ്സിലാവണില്ലേ? എന്നിട്ട് നമുക്ക് ഒരു കാലത്ത് ഒരു കാക്കയെ പിടിക്കാൻ കിട്ടില്ല. കിട്ടുമോ? നമ്മൾ വേറെ പല ജാതി പക്ഷികളെയും പിടിക്കെങ്കിൽ ആരെ പിടിക്കാൻ കിട്ടില്ല? കാക്കയെ എറിഞ്ഞു വീഴ്ത്താനും പറ്റില്ല. എന്തുകൊണ്ടത്? നമ്മളെ എറിയാനൊക്കെ നല്ല മിടുക്കനാണ്, പക്ഷെ ആർക്ക് കൊള്ളില്ല കാക്കയ്ക്ക്. എന്തുകൊണ്ടാന്ന് വെച്ചോണ്ടോ? കാക്ക ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് കാക്കയോടെ ഇങ്ങനെ കാക്കയെ കൂടെ വിട് എന്നൊക്കെ ചോദിക്കും. കാക്കയ്ക്ക് അറിയാം കൂടെ എവിടെയാന്നൊക്കെ. പിന്നിലെ മടലിൻ്റെ കഷണ്ടേ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങണത് കാണുമ്പോഴേക്കും ആര് പോയിട്ടുണ്ടാവും? കാക്ക പോയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ചാത്തത്തിൻ്റെ നിന്ന് പടക്കോ എന്ന്. കാക്ക പഞ്ചായത്തേക്ക് വരില്ല. എന്താ കാരണം? കാക്ക വരാറുണ്ടോ? വരില്ല. എന്തുകൊണ്ട്? കാക്കയ്ക്ക് അറിയാം 364 ദിവസം നമ്മുടെ സ്വഭാവം എന്താണെന്ന്. ഈ 65-ാം ദിവസം നന്നായി മഹാകേമനായി ഹരിശ്ചന്ദ്രനാവുമെന്നൊന്നും ആര് വിചാരിക്കില്ല? കാക്ക വിചാരിക്കില്ല. അതുകൊണ്ട് 364 ദിവസത്തെ കഥ ആലോചിച്ച കാക്ക 365-ാം ദിവസം കയ്യല്ല ഇനി എന്ത് കൊട്ടി വിളിച്ചാലും ചെണ്ടെന്നെ കൊട്ടിയാൽ ആരും വരില്ല? കാക്ക വരില്ല. ശരിയല്ലേ ഇത്? അതിൻ്റെ കാരണം ഇതാണ്. അല്ല എല്ലാ ദിവസവും നമ്മൾ ചോറൊക്കെ കൊടുക്കുക, കുറേശ്ശൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് കാക്കയ്ക്ക് വിശീലിച്ച കാക്ക എന്ത് ചെയ്യുന്ന ഒന്ന് പോയി നോക്കാം എന്തോ കൊട്ടുണ്ടെന്ന് കേട്ടിട്ട് കാക്ക വരും. ആ കാക്ക കണ്ടറിയും. എന്താണ്? ആ സന്ദർഭം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി. അത് ചോദിച്ചറിയല്ലേ ചെയ്യുക, വായിച്ചറിയല്ലേ ചെയ്യണത്. അല്ലെങ്കിൽ അവിടെ ഇരുന്ന് അല്ലേ കുറേ കാലം ഇരുന്നിട്ടൊന്നും അല്ല അറിയണത്. അന്ന് ആ കാക്ക മനസ്സിലാക്കും. കൊക്ക് ഊരയ്ക്ക് കൊണ്ടേ അറിയില്ല. കൊക്ക് വന്നിരുന്നിട്ട് ഇങ്ങനെ വലിയ മയ്യെന്ന് വിചാരിച്ചിരിക്കും. പടക്കം ഒരടി കിട്ടി അത് ഊരി മുറിഞ്ഞ് പോകും. അങ്ങോട്ടല്ലേ കൊക്കനെ കൊണ്ടത്രേ അറിയുള്ളൂ. കാക്ക അതാണ് സ്ഥിതി പരീക്ഷ. വലിയ വിസ്തരിച്ചുള്ള ആ ഒരു ഒറ്റ നോട്ടം കൊണ്ട് ആ വിസ്തരിച്ച എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനുള്ള കഴിവ്. ഇപ്പോട്ടെ എന്തേ പറഞ്ഞു ചോദിച്ചാൽ, വിശ്വാമിത്ര മഹർഷി ഈ ത്രിശങ്കു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പം വസിഷ്ഠരും വിശ്വാമിത്രരും കൂടി നല്ലോണമല്ലല്ലോ. അപ്പോൾ ഈ വിശ്വാമിത്രർ എന്ത് ചെയ്തു വെച്ചാൽ അവിടെ നിന്ന് ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് കാര്യം നേരെയാവാണ്ട് ഇവിടെ വന്നപ്പം വിശ്വാമിത്രർ ഒരു സ്ഥാനം കൊടുത്തു. അദ്ദേഹം പറഞ്ഞു എന്താ ചോദിച്ചു? എനിക്കിങ്ങനെ സ്വർഗത്തേക്ക് പോകണം, ഉറലോടെ പോകണമെന്നും പറഞ്ഞു. ശരി എന്നാൽ അങ്ങനെ ആവാമെന്നും പറഞ്ഞു. അങ്ങനെ ആവാമെന്നും പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് സ്വർഗത്തേക്ക് പറഞ്ഞേക്കാൻ ഒരു യജ്ഞം കഴിച്ചു. ആര്? വിശ്വാമിത്രർ യജ്ഞം കഴിച്ചു.
ഒഴിച്ചിട്ട് ദേഹത്തെ സ്വർഗത്തേക്ക് പറഞ്ഞേക്കാൻ പുറപ്പെട്ടപ്പം ദേവേന്ദ്രാദി ദേവന്മാർ സമ്മതിച്ചില്ല. പതിവില്ലാത്തതാണല്ലോ അങ്ങനെ ഈ ശരീരമായിട്ട് പടക്കിയ ദേവലോകത്തേക്ക് വരാത്തതല്ലേ. അപ്പോൾ അവർ സമ്മതിച്ചില്ല. അവരവിടുന്ന് എന്ത് ചെയ്തു? കീഴ്പ്പെട്ടന്നെ ചവിട്ടി താഴ്ത്തി പുറത്താക്കാൻ പുറപ്പെട്ടു. ചവിട്ടി താഴ്ത്തി പുറത്താക്കാൻ പുറപ്പെട്ട സമയത്ത് എന്ത് ചെയ്തു? ഈ മഹർഷിയാണല്ലോ, കേമനാണ്. ആര്? വിശ്വാമിത്രർ സാധാരണക്കാരനൊന്നുമല്ലല്ലോ. അദ്ദേഹം ചോദിച്ചു, ദേവന്മാരോട് ചോദിച്ചു, ദേവന്മാരെ ഇദ്ദേഹത്തെ സ്വർഗത്തേക്ക് കയറ്റണുണ്ടോ ഇല്ലേ ചോദിച്ചു. ദേവേന്ദ്രൻ പറഞ്ഞു ഇല്ല എന്നും പറഞ്ഞു. അപ്പോൾ നമ്മുടെ വിശ്വാമിത്രർ ചോദിച്ചു, എന്നാൽ ഇനി നമ്മുടെ നാട്ടിൽ ദേവേന്ദ്രൻ വേണോ ചോദിച്ചു.